വയനാട്ടിലെ നരഭോജി കടുവയെ പിടികൂടാൻ 10 അംഗ സംഘം രാവിലെ മുതൽ വിവിധ മേഖലകൾ തിരിച്ച് പരിശോധന നടത്തും. കടുവയെ വെടിവെക്കാനുള്ള ദൌത്യം നീളുന്ന സാഹചര്യങ്ങളിൽ വിവിധയിടങ്ങളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ആശങ്കയുടെ മറ്റൊരു രാവിലെയാണ് വയനാട്ടിലെ പഞ്ചാരക്കൊല്ലി മേഖലയിലൊക്കെ ഈ നരഭോജി കടുവയെ പിടികൂടുന്ന ദൌത്യം നീളുന്ന സാഹചര്യത്തിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ ഏത് രീതിയിൽ അന്വേഷണം നടത്താനാണ് ആലോചിക്കുന്നത്? ഏതൊക്കെ മേഖലകളിലാണ് കർഫ്യൂ ഉള്ളത്? ശ്രീജ നേരത്തെ പറഞ്ഞതുപോലെ ക്രിയാത്മകമായി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും പോലീസിനുമൊക്കെ കഴിയുന്ന ഒരു ദിവസമായിരിക്കട്ടെ എന്ന് നമുക്ക് ആദ്യം തന്നെ ആശംസിക്കാം. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നരഭോജിയായ ഒരു കടുവയുടെ പിന്നാലെയാണ് വയനാട് ജില്ലയിലെ ഔദ്യോഗിക സംവിധാനങ്ങൾ, വയനാട് ജില്ലയിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എല്ലാം അതിന് പിന്നാലെ നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇന്നലെ വളരെ സംഭവബഹുലമായ ഒരു ദിനമായിരുന്നു ഈ കടുവ ദൌത്യവുമായി ബന്ധപ്പെട്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ കടുവ ദൌത്യത്തിനായി കാട്ടിനുള്ളിലേക്ക് പോയ RRT സംഘത്തിന് പരിക്കുപറ്റിയതാണ്. അദ്ദേഹം തന്റെ ഷീൽഡ് കൊണ്ട് അത് തടഞ്ഞതുകൊണ്ട് മാത്രമാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞത്. എന്തായാലും അതിന് പിന്നാലെ മന്ത്രി സ്ഥലത്തെത്തുന്നു, മന്ത്രിയെ തടയുന്നു, വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു. അതിനുശേഷം മന്ത്രി തന്റെ മുൻ പ്രസ്താവനകൾ തിരുത്തുന്നു. അങ്ങനെ സംഭവബഹുലമായി മാറിയ ഒരു പകലായിരുന്നു ഇന്നലെ കടന്നുപോയത്. ഇന്ന് എന്നാൽ ഈ കടുവ വേട്ട എന്നതിലേക്ക്, അല്ലെങ്കിൽ കടുവ ദൌത്യം എന്നതിലേക്ക് പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയിലാണ് അധികൃതർ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ മേഖലകളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ സമീപപ്രദേശങ്ങളായ പഞ്ചാരക്കൊല്ലി മേഖല, പഞ്ചാരക്കൊല്ലി വാർഡ് പൂർണ്ണമായും, മേലെ ചിറക്കര, പിലാവ് മൂന്ന് ഭാഗം, മണിയാകുന്ന് എന്നീ ഭാഗങ്ങളിലാണ് കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കർഫ്യൂ നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. 48 മണിക്കൂറാണ് കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ സമയങ്ങളിൽ ആളുകൾ പുറത്തേക്ക് ഇറങ്ങുകയോ ജോലിക്ക് പോവുകയോ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോവുകയോ ഒന്നും ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ പുറത്തിറങ്ങേണ്ടവർക്കായി മാനന്തവാടി നഗരസഭ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവരെ സുരക്ഷാ നടപടികളൊക്കെ ഉറപ്പുവരുത്തി പുറത്തേക്ക് കൊണ്ടുപോകും. ഇനി വീടുകളിൽ കഴിയുന്നവർക്ക് ഭക്ഷണം ആവശ്യമെങ്കിൽ ഭക്ഷ്യ കിറ്റുകൾ പോലും വിതരണം ചെയ്യാൻ സന്നദ്ധരായാണ് നഗരസഭ രംഗത്തെത്തിയിരിക്കുന്നത്. അതെന്തായാലും ഈ ദൌത്യത്തിന്റെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ നിരോധനാജ്ഞ അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആളുകൾ പലപ്പോഴും പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം, ഒപ്പം ജനവാസ മേഖലയോട് ചേർന്ന ഇടങ്ങളിൽ കടുവയുടെ സാന്നിധ്യം വീണ്ടും വീണ്ടും കാണുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാൽ അത് ദൌത്യത്തെ ബാധിക്കും, ഒപ്പം ജനങ്ങളുടെ ജീവനെയും ബാധിക്കുന്ന ഒരു സാഹചര്യം. എന്തായാലും രാവിലെ മുതൽ കർഫ്യൂ നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ദൌത്യസംഘങ്ങൾ സമയത്തിനകം കാട്ടിലേക്ക് പോരും. ദൌത്യസംഘങ്ങൾക്കൊപ്പം തണ്ടർബോൾട്ട് സേനാംഗങ്ങളുടെ ഒരു സുരക്ഷ കൂടി ഏർപ്പെടുത്തുന്നുണ്ട്. കാരണം ഇന്നലെ ദൌത്യസേനാംഗത്തിന് ഈ കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ സാഹചര്യത്തിലാണ് കൂടുതൽ സുരക്ഷാ നടപടികൾ ഒരുക്കിയിരിക്കുന്നത്. ഇതിനകം തന്നെ 10 വിഭാഗമായി തിരിഞ്ഞാണ് ദൌത്യസംഘത്തിന്റെ പ്രവർത്തനം. അതിൽ ഓരോ സംഘത്തിലും 8 പേർ വീതം, അല്ലെങ്കിൽ 10 പേർ വീതമൊക്കെയാണ് പലപ്പോഴും ഉള്ളത്. മുന്നിൽ ആയുധധാരിയായ ഒരു ഉദ്യോഗസ്ഥനുണ്ടാവും. പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട വനംവകുപ്പിന്റെയും വെറ്റിനറി ഡോക്ടർമാരുടെ ടീമിന്റെയും ഒക്കെ ആളുകളുണ്ടാവും. അങ്ങനെ ഒരു ഗ്രൂപ്പായി തിരിഞ്ഞ് കാട്ടിൽ നല്ല പരിചിതരായ പ്രദേശവാസികളായ ഫോറസ്റ്റ് വാച്ചർമാരെയൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. എന്തായാലും രാവിലെ തന്നെ ശുഭകരമായ ഒരു വാർത്ത നമുക്ക് നൽകാൻ കഴിയട്ടെ എന്ന ഒരു ആഗ്രഹമാണുള്ളത്. അതിനുവേണ്ടിയുള്ള ഒരു നിതാന്ത പരിശ്രമത്തിലേക്കാണ് അധികൃതർ കടന്നിരിക്കുന്നത്. എന്തായാലും ഇന്നലെ പലവട്ടം ഈ ദൌത്യസംഘങ്ങളും ഈ കടുവയും തമ്മിൽ മുഖാമുഖം വരുന്ന സാഹചര്യം, അത് ഏറ്റവും ആദ്യം എത്തിയത് RRT സംഘത്തിന് പരിക്കേറ്റ സമയത്താണ്. എന്താണ്ട് ആ ഭാഗത്തിന് അടുത്ത് തന്നെ വൈകുന്നേരത്തോടുകൂടി വീണ്ടും ദൌത്യസേന അംഗങ്ങളും ഈ കടുവയും മുഖാമുഖം വന്നെങ്കിലും വെടിവെക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറി. കാരണം ഇടതൂർന്ന വനമാണ്, നിബിഡമായ വനമാണ്, വലിയ മരങ്ങൾ, പാറക്കെട്ടുകൾ, കുറ്റിക്കാടുകൾ എന്നിങ്ങനെ വല്ലാത്തൊരു ഭൂപ്രകൃതിയാണ് കാട്ടിനുള്ളിലുള്ളത്. അതുകൊണ്ടാണ് ഇന്നലെ വെടിവെക്കാൻ കഴിയാത്തത്. ആ ഭാഗത്തുനിന്നും കടുവ ഇപ്പോഴും മാറിയിട്ടില്ല എന്നാണ് ഈ തെർമൽ ഡ്രോണുകളടക്കമുള്ള പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാവിലെ ദൌത്യം ഒരുപക്ഷെ ഫലപ്രദമായി നടക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ശ്രീജ. അനീഷ്, ഈ വനം വകുപ്പിനെതിരെ അല്ലെങ്കിൽ ഇന്നലെ മന്ത്രിക്കെതിരെ ഉണ്ടായ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ആശങ്ക എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ഈ സംസാരിക്കാൻ തുടങ്ങിയ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ പോലും ആനയുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പുലി ഇറങ്ങിയ സമയത്തൊക്കെ ആളുകളുടെ പ്രതിഷേധം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ അവർക്ക് ധൈര്യം കൊടുക്കേണ്ട ഒരു RRT സംഘത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായി. അത് കണ്ട് ഭീതിപ്പെട്ടിരിക്കുന്ന മനുഷ്യർക്ക് മുന്നിലേക്ക് രാഷ്ട്രീയക്കാരെത്തുമ്പോൾ അവർക്കെതിരെയും വലിയ പ്രതിഷേധം ഉണ്ടാവും, ഉദ്യോഗസ്ഥർക്കെതിരെയും ഉണ്ടാവും. ഇതുകൂടി ഇതിനിടയിൽ മാനേജ് ചെയ്യേണ്ടി വരുന്നില്ലേ?
തീർച്ചയായും അതൊരു പ്രശ്നമാണ്. ഇന്നലെ മന്ത്രി പറഞ്ഞതുപോലെ ഇത്തരത്തിലൊരു ദുരന്തം നടക്കുമ്പോൾ ജനങ്ങളാണ് സ്വാഭാവികമായ പ്രതിഷേധം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. ന്യായമായ പ്രതിഷേധങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നും പറഞ്ഞു. എന്തായാലും നാട്ടുകാർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ 100% വ്യക്തമാണ്. കാരണം ആദ്യ ദിനം തന്നെ അവർ പ്രതിഷേധം നടത്തിയത് ഈ ദുരന്ത സ്ഥലത്തേക്ക് മന്ത്രി OR കേളു എത്തിയപ്പോഴാണ്. അപ്പോൾ അവർ സ്വാഭാവികമായും അവർ പൊട്ടി തെറിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം വരെ അവരുടെ ജീവനോടെ ഉണ്ടായിരുന്ന അവർക്കെല്ലാമായിരുന്ന ഒരു വീട്ടമ്മ ദാരുണമായി കൊല്ലപ്പെടുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ അവർക്ക് വേണ്ട ആവശ്യം വന്ന് ഈ കടുവയെ വെടിവെച്ച് കൊല്ലും എന്ന ഒരു ഉത്തരവ് വേണമെന്നതായിരുന്നു അവരുടെ ആദ്യ ആവശ്യം. സർക്കാർ എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ കൂടിയാലോചനകൾ നടത്തി അത്തരമൊരു പ്രഖ്യാപനം ചെയ്തു. പക്ഷേ ആ പ്രഖ്യാപനത്തിൽ വ്യക്തതയില്ല എന്ന ഒരു വിമർശനം വന്നു. വീണ്ടും അവർ പ്രതിഷേധവുമായി പുറത്തേക്കിറങ്ങി വീണ്ടും അതിൽ വ്യക്തത വരുത്തുന്നു. പിന്നീട് ഈ കുടുംബത്തിനൊരു നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരത്തിൽ വന്യമൃഗ ആക്രമണത്തിൽ മനുഷ്യർ കൊല്ലപ്പെടുമ്പോൾ അവർക്കൊക്കെ നഷ്ടപരിഹാരം നൽകുന്നുണ്ട്. ഇതിൽ 5 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി കഴിഞ്ഞിരിക്കുന്നു. ബാക്കി തുക മറ്റ് രേഖകളും മറ്റും കൃത്യമാക്കുമ്പോൾ നൽകും. ഒപ്പം മകന് ജോലി നൽകുന്ന കാര്യം ആവശ്യപ്പെട്ടും പ്രതിഷേധം നടന്നു. താൽക്കാലികമായി വനംവകുപ്പിൽ വാച്ചറായി ജോലി നൽകാം എന്ന ഉറപ്പ് നൽകി അതിന്റെ ഉത്തരവ് ഇന്നലെ കൈമാറുകയും ചെയ്തു. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഓരോ ആവശ്യങ്ങളുമായാണ് ജനങ്ങൾ മുന്നോട്ട് വരുന്നത്. എന്തായാലും സംഘടിതമായി അവർ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ രണ്ടാം ദിനം നടത്തിയ സമരമാണ് ഏറെ ശ്രദ്ധേയം. റവന്യൂ അധികൃതർ തങ്ങളോടൊന്നും വന്ന് ചർച്ചയെങ്കിലും നടത്തി തങ്ങൾക്കൊരു ആത്മവിശ്വാസം നൽകണമെന്ന് അല്ലെങ്കിൽ തങ്ങൾക്ക് ചില ഉറപ്പുകൾ നൽകണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. എന്നാൽ കളക്ടറോ സബ് കളക്ടറോ ADMO പോലും എത്താതെ മണിക്കൂറുകളോളം അവർ ആ ക്യാമ്പ് ഓഫീസിന് മുന്നിൽ കാത്തു നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനുശേഷം ADM മറ്റുമൊക്കെ എത്തിയാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കുകയും അവർക്ക് ഉറപ്പുകൾ നൽകിയതോടെ അവർ പിരിഞ്ഞു പോവുകയും ചെയ്ത് ഇതിനുശേഷമാണ് മന്ത്രി AK ശശീന്ദ്രൻ എത്തുന്നത്. അപ്പോഴേക്കും 2 പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. ഒന്ന്, വനത്തിനുള്ളിൽ വെച്ചാണ് രാധ എന്ന സ്ത്രീക്ക് ഈ കടുവയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സംഭവം ഉണ്ടായതെന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. ജനങ്ങൾ അതിനെതിരെ വലിയ പ്രതിഷേധം നടത്തി. ഒടുവിൽ അദ്ദേഹം തന്റെ പ്രസ്താവന തിരുത്തുന്നു. തനിക്ക് പ്രാഥമികമായി കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് താൻ ഇത്തരമൊരു വിവരം പറഞ്ഞതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ 2 ദിവസങ്ങളായി നടന്ന പ്രക്ഷോഭങ്ങൾ അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നായിരുന്നു നാട്ടുകാരുടെ ആരോപണം. അക്കാര്യവും അദ്ദേഹം തള്ളുന്നു. ഒരു തരത്തിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങളെയും തള്ളി പറയുന്ന ഒരു നിലപാടല്ല തനിക്കുള്ളത്, തന്റെ സർക്കാരിനുള്ളത്, തന്റെ മുന്നണിക്കുള്ളത്. നരഭോജിയായ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്ന ഒരു ആവശ്യം തന്നെയാണ് മുഖ്യമന്ത്രിയും തന്നോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഈ 2 കാര്യങ്ങളായിരുന്നു ജനങ്ങൾക്ക് ആവശ്യം. അത് രണ്ടും മന്ത്രി അംഗീകരിച്ചു. അതോടുകൂടിയാണ് അദ്ദേഹത്തിന് സുഗമമായി അവിടെ നിന്ന് പോകാൻ കഴിഞ്ഞത്. ഒപ്പം ഈ ഫാഷൻ ഷോയിൽ പങ്കെടുത്ത് പാട്ടുപാടുന്നടക്കമുള്ള ചില അനുചിതമായ പെരുമാറ്റങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതിലും ജനങ്ങൾക്കൊരു രോക്ഷമുണ്ടായിരുന്നു. എന്തായാലും താൽക്കാലികമായി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ പോകാൻ അനുവദിക്കുകയും കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുമായിരുന്നു. ഒരു കാര്യം ഞാൻ കൃത്യമായി പറയാം, ഇത്തരം പ്രതിഷേധങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുമ്പോഴും ഈ വനവകുപ്പും പോലീസുമൊക്കെയായി അങ്ങേയറ്റം സഹകരിക്കുന്നവരാണ് പഞ്ചാരക്കൊല്ലിലെ ആളുകൾ. അവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണം, ഭക്ഷണ സാമഗ്രികൾ വേണം, കുടിവെള്ളം വേണം, കാപ്പി വേണം, ഇങ്ങനെ സാഹചര്യങ്ങളൊക്കെ കാട്ടിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഇതൊക്കെ എത്തിച്ചു കൊടുക്കാനോ അക്ഷീണം പ്രയത്നിക്കുന്ന പൊതുപ്രവർത്തകരുള്ള ഒരു നാടുകൂടിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായ ചില പ്രതികരണങ്ങൾ ഓരോ സമയത്തും ഉണ്ടാവും. ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നാട്ടുകാർ നിൽക്കുന്ന ഒരിടമാണ്. വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. ജോലി ചെയ്യുന്ന ആളുകൾക്ക് പണിശാലകളിലേക്ക്, പണിയിടങ്ങളിലേക്ക്, എസ്റ്റേറ്റുകളിൽ കൊളുന്തു നുള്ളുന്നതിനോ കാപ്പിക്കുരു പറിക്കുന്നതിനോ പോലും പോകാൻ കഴിയാത്ത സാഹചര്യം. നൌഫൽ എന്ന ഒരു ആളുടെ വീടിന്റെ തൊട്ടടുത്ത് കഴിഞ്ഞ ദിവസം കടുവയെ കണ്ട കാര്യം അദ്ദേഹത്തിന്റെ ഭാര്യ മറിയം നമ്മോട് പറയുന്നു. അങ്ങനെ വീടിന്റെ പരിസരത്ത് പോലും ഒരു തുണി ഉണങ്ങാനിടാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ജനങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന പ്രതികരണങ്ങളൊക്കെ സ്വാഭാവികമാണ്. എന്തായാലും പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ അടങ്ങിയിരിക്കുന്നു. ഇനി എല്ലാവരുടെയും ശ്രദ്ധ കടുവ ദൌത്യത്തിലേക്കാണ്. കടുവയെ വെടിവെച്ച് പിടികൂടി അല്ലെങ്കിൽ കൂട്ടിലാക്കി പിടികൂടി പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്ന ഒറ്റ പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാരും വനപാലകരും പോലീസും നമ്മളും ഒക്കെ ഉള്ളത്. ശ്രീജ, അനീഷ, ഈ കടുവയെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ, അതായത് ഇത് കേരളത്തിന്റെ ഡേറ്റാബേസിലുള്ള കടുവയാണോ? ഇതിപ്പോ 2 തവണ തുടർച്ചയായ ആക്രമണം ഉണ്ടായ സാഹചര്യത്തിലാണ് അതിനെ നരഭോജിയായി പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ഈ കടുവയെക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രത്യേകമായ നിഗമനത്തിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ടോ?
കടുവ ഏത് സ്ഥലത്തു നിന്നുള്ള അതായത് കടുവയുടെ ID സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല. ആ ഡാറ്റകൾ അപഗ്രഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. കാരണം ഇതൊരു നരഭോജിയായ കടുവയാണ്. ജനവാസ മേഖലയിൽ നിന്നും മാറാതെ നിൽക്കുന്ന ഒരു സാഹചര്യം. സാധാരണഗതിയിൽ വലിയ ആരവങ്ങൾ ജനക്കൂട്ടമൊക്കെ കാണുമ്പോൾ കടുവകൾ ഈ അപകടകാരികളായ മൃഗങ്ങളാണെങ്കിൽ പോലും ജനക്കൂട്ടത്തെയും ശബ്ദവും ഒക്കെ കേൾക്കുമ്പോൾ സാധാരണ ആ സ്ഥലത്തു നിന്നും മാറുന്ന ഒരു കാഴ്ചയാണുള്ളത്. പക്ഷേ ഈ നരഭോജിയായ കടുവ അത്തരം മേഖലകളിലേക്ക് വീണ്ടും വീണ്ടും വരുന്നു. RRT സംഘം ഒരു വലിയ കൂട്ടമായി ആയുധധാരികളായി നടന്നു നീങ്ങുമ്പോഴും അവരുടെ സംഘാംഗത്തിന് നേരെ ചാടി വീഴുന്നു എന്നത് ഒരു അങ്ങേയറ്റം അക്രമ സ്വഭാവം പുലർത്തുന്ന, ജനക്കൂട്ടത്തെ പേടിയില്ലാത്ത, ആളുകളെ ഭയമില്ലാത്ത ഒരു കടുവയാണ് എന്ന് തന്നെയാണ് വനപാലകർ പറയുന്നത്. ഒപ്പം മറ്റിടങ്ങളിൽ ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്തിയ ഒരു പൂർവ്വകാല ചരിത്രം ഈ കടുവയ്ക്കുണ്ടോ എന്നതിനെക്കുറിച്ചും വ്യക്തതയില്ല. മനുഷ്യമാംസം രുചിച്ച, മനുഷ്യനെ ഭക്ഷിച്ച് അറപ്പുമാറിയ കടുവയാണ്. അതുകൊണ്ട് ഏത് സ്ഥലത്തു നിന്നെത്തിയ കടുവയാണ് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. 2 ദിനങ്ങളിലായി ലഭിച്ച ക്യാമറ ട്രാപ്പുകളിൽ നിന്ന് ലഭിച്ച ചിത്രങ്ങൾ ഇപ്പോഴും അപഗ്രഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ ഒരു ഫലത്തിലേക്ക് ഈ കടുവയുടെ ID, കടുവയുടെ ഏത് വനമേഖലയിൽ നിന്ന് വന്നതാണ്, ഏത് ജെൻഡർ, അതായത് ഏത് ലിംഗ വിഭാഗത്തിൽ പെട്ടതാണ്, എത്ര വയസ്സ് പ്രായം വരും, ഇക്കാര്യങ്ങളൊക്കെ വൈകാതെ കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കടുവയുടെ ദേഹത്തുള്ള വരകൾ, അതിന്റെ ശരീരത്തിലെ നിറം എന്നിവയൊക്കെ ഈ നമ്മുടെ വിരലടയാളം പോലെ അങ്ങേയറ്റം പ്രസക്തമായ സാധനങ്ങളാണ്. ഈ വിവരങ്ങൾ ഡാറ്റാബേസിലേക്ക് ചെയ്തു കഴിഞ്ഞാൽ ഏത് മേഖലയിൽ നിന്നുള്ളതെന്ന് അറിയാൻ കഴിയും. പക്ഷേ അതിന് സമയമെടുക്കുന്നു എന്നാണ് ഇന്നലെ അധികൃതർ വ്യക്തമാക്കിയത്. കേരളത്തിന്റെ വനമേഖലകളാണോ അതോ ബന്ദിപ്പൂർ വനത്തിൽ നിന്നും കൂടുതൽ കടുവകൾ ഇവിടേക്ക് എത്തിയതാണോ എന്നതൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പുൽപ്പള്ളിയിൽ നേരത്തെ കണ്ടത് ബന്ദിപ്പൂർ വനമേഖലയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയ ഇരപിടിക്കാൻ ശേഷിയില്ലാത്ത, ആരോഗ്യം ക്ഷയിച്ച പ്രായമുള്ള ഒരു കടുവയാണ് എന്നാണ് അധികൃതർ പറഞ്ഞിരുന്നത്.